എടാ എവിടെടാ? 9 മണിക്ക് എത്താന്നല്ല സാറ് പറഞ്ഞേ. ആ വാ വാ. ലേശം ലേറ്റായി പോയി, ഉറങ്ങാൻ വൈകി. ലേറ്റായോ? രാത്രി ഉറങ്ങാതെ എന്താ പണി? ഞാൻ ഓരോന്നും ആലോചിച്ചങ്ങനെ കിടക്കുമായിരുന്നു. എന്താലോചിക്കാൻ? അവളെ പറ്റി തന്നെ, സിതാരയെ. ബെസ്റ്റ്. എടാ ഇത്രയ്ക്ക് അസ്ഥിക്ക് പിടിച്ച് നിൽക്കുകയാണ്, പിന്നെ എന്തിനാണ് വഴക്കിട്ട് 2 വഴിക്ക് പോയത്? ഡിവോഴ്സും മേടിച്ച് കിട്ടി, തൃപ്തിയായില്ലേ? എടാ അത് അന്നത്തെ ആ വാശിപ്പുറത്ത് അങ്ങനെയൊക്കെ ആയിപ്പോയി. പിണങ്ങിയാൽ പെട്ടെന്ന് ഇണങ്ങുമായിരുന്നു. പക്ഷേ അത്തവണ ഇണങ്ങുന്നതിന് മുമ്പ് വീട്ടുകാരിറങ്ങി. പുന്നാരമോൻ്റെ കുടുംബ പ്രശ്നം തീർക്കാൻ, വെറും നിസ്സാര കാര്യത്തിന്, അതും ഞാൻ ചോദിക്കാതെ തന്നെ. പിന്നെ അവളും അവളുടെ വീട്ടുകാരും ഇറങ്ങി. ചർച്ചയായി, തർക്കമായി, കുറ്റപ്പെടുത്തലുകളായി. പറഞ്ഞ വാക്കും എറിഞ്ഞ കല്ലും തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. ഇതായിപ്പോ ഇങ്ങനെയായി. എടാ അപ്പൊ നിനക്കിതെല്ലാം അറിയാം, എന്നാ നിനക്ക് അവളോട് പോയി സംസാരിച്ചൂടെ? എന്തേ പറ്റില്ലേ? എടാ അത് പിന്നെ അവൾ ആദ്യം വന്ന് മിണ്ടട്ടെ. ആ അപ്പൊ അവളെ വന്ന് നിന്റെ കാല് പിടിക്കണം അല്ലേ? എടാ എടാ എന്തിനാണ് ഇത്ര ഈഗോ? ഇനി എല്ലാം കൂടെ കൈവിട്ട് പോകുമ്പോഴേ നിനക്കൊക്കെ മനസ്സിലാവുള്ളൂ. അവളുടെ വീട്ടുകാർ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? ഇപ്പൊ തന്നെ കൊണ്ടുപിടിച്ച ആലോചനകളായിരിക്കും. എടാ ഞാൻ പ്രിയ വിളിക്കുന്നുണ്ടല്ലോ. ആ പറയടി. വീക്കെൻഡ് ആയിട്ട് ഇങ്ങോട്ട് വരാതെ അവിടെ എന്താണ് പരിപാടി? എടി ഞാൻ പടത്തിന് പോവാടി, ഞാൻ പറഞ്ഞിരുന്നില്ലേ? ഏതാ പടം? DDLJ റീ റിലീസ്, മൈ ഫേവറേറ്റ്. അത് റീ റിലീസ് ചെയ്തോ? എവിടെയാണ്? ഓ എടി ഇത് പ്രോമിസ് മോളിലാ, അതല്ലേ എനിക്ക് അടുത്ത്. സത്യം പറ, സിനിമയ്ക്ക് തന്നെയാണോ പോകുന്നത്? പോകുന്ന വഴി വല്ല ബാറിലേക്കാണോ നേരം വെളുക്കുന്നതിന് മുന്നേ? എടി ഞാൻ വണ്ടി എടുത്തിട്ടാടി ഇറങ്ങിയേക്കുന്നേ. ഇതാ എൻ്റെ കൂടെ വിനയുണ്ട്, അവന് കേൾക്കാം. ആ ഹലോ വിനയ്, സുഖം തന്നെയല്ലേ? ഓ സുഖമായിട്ടിരിക്കുന്നു. നിങ്ങൾ സിനിമയ്ക്ക് തന്നെയാണോ പോകുന്നത്? അതെ. പിന്നെ പ്രിയം കുട്ടിയും സുഖമായിട്ടിരിക്കുന്നു. ആ സുഖം തന്നെ. മോൾക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് പനിയും ജലദോഷവും ഒക്കെ വരും. കൊച്ചുകുട്ടിയല്ലേ. എനിക്ക് പിന്നെ സിതാരയ്ക്ക് സുഖമാണോന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ. അതെ, ഇപ്പോൾ അതാണ് സ്ഥിതി. ഇപ്പോൾ എവിടെ എത്തി? ഇനി എത്ര നേരം എടുക്കും? 4-ാം വളം എത്തിയടി. ഇനിയൊരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ എത്തിയായിരിക്കും. ആ ശരി, കണ്ടിട്ട് ആളൊക്കെ ഉണ്ടോന്ന് പറയണേ. ആടി പറയാം. ശരി ശരി അടി. അവരെത്തി. സിതു ഇവിടെ? ഞാനും ഇവളും കൂടി ചുമ്മാ വീക്കെൻഡ് കറങ്ങാൻ ഇറങ്ങിയതാ. ഇതെന്റെ റൂംമേറ്റ് ദൃശ്യ. ഹലോ. വിനു എന്താ ഇവിടെ? ഞങ്ങളും നേരം പോക്കാൻ വേണ്ടി ഇറങ്ങിയതാ. ഒരു പടം കാണുമെന്ന് വിചാരിച്ചു. DDLJ. ഇത് അനീഷ്, അറിയില്ലേ? അറിയാം. ഞാൻ എത്ര നാളെ സിധുവിനെ കാണാനും സംസാരിക്കാനും ആശിച്ചിരിക്കുന്നു. ഊണിലും ഉറക്കത്തിലും സിധു തന്നെ. ഉറക്കമേ ഇല്ല. ഞാൻ ഇന്നുകൂടി അനീഷുമായിട്ട് സംസാരിച്ചേ ഉള്ളൂ. കണ്ടപ്പോഴോ ഞാൻ കൊതിച്ച പോലെ ഈ സാരിയൊക്കെ കൊടുത്ത് സിധു, ദിൽവാലെ ദുൽഹനിയ ലേ ജാएंगे.
അതിനി നിങ്ങളുടെ രണ്ടുപേരുടെ കണ്ടാൽ മതി. ടിക്കറ്റിൻ്റെ QR നിനക്ക് അയച്ചുതരാം. ഇതാ കാറിൻ്റെ കീ പിടിച്ചോ. നിങ്ങളുടെ രണ്ടുപേരുടെ പടമൊക്കെ കണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാം പറഞ്ഞ് തീർത്തിട്ടങ്ങ് വന്നാൽ മതി. ഒന്നും ബാക്കി വെക്കണ്ട. സെറ്റല്ലേ? ഞാനും റൂംമേറ്റും കൂടെ ഒരു കോഫി കുടിച്ച് 2 വഴിക്ക് അങ്ങ് പോയിക്കോളാം. പോയിട്ടോ. ആ മോളിറങ്ങിയാ? ആ ഉറങ്ങി, ഇപ്പൊ ഉറങ്ങിയതേ ഉള്ളൂ. എന്താണ്, പണിയൊന്നും കഴിഞ്ഞില്ലേ? ഇല്ലടേ, ഒരു റിപ്പോർട്ട് കൂടെ ബാക്കിയുണ്ട്. നീ എൻ്റെ വാട്സാപ്പിൽ നിന്ന് എടുത്ത് നോക്കിയാ? എന്താണ് വാട്സപ്പിൽ? പുതുതായി പെണ്ണുങ്ങളുടെ ചാറ്റ് വല്ലതും ആണോ? പെണ്ണുങ്ങളോ? നീ അറിയാത്ത ഏത് പെണ്ണുങ്ങളെ എനിക്ക്? ആ, ഞാൻ അറിയാത്തതായിട്ട് പെണ്ണുങ്ങളൊന്നും വേണ്ട. പെണ്ണുങ്ങളൊന്നുമല്ല, നമ്മുടെ വിനയുടെ മെസ്സേജ് ഉണ്ട്, അതൊന്നെടുത്ത് വായിച്ചു നോക്കിയാ. വീണയുടെ മെസ്സേജോ? അത് ഞാൻ കഴിഞ്ഞ ആഴ്ച നോക്കിയതാണല്ലോ. എന്താ എത്ര പുതുമ അതില്? വായിച്ചു നോക്ക്. ഇതില് ഫുള്ള് സിതാരയോടുള്ള പ്രേമമാണല്ലോ. ഇവന് സിതാരയോട് ഇത്ര ഇഷ്ടമാണെങ്കിൽ സിതാരയോടത് പറഞ്ഞൂടെ നേരിട്ട്? അതാണ് പ്രശ്നം. ഇവൻ അങ്ങോട്ട് പോയി പറയില്ല. അവൾ വേണേ വന്ന് ഇങ്ങോട്ട് മിണ്ടട്ടെ എന്നാണ് അവൻ പറയുന്നത്. നീ ഒരു കാര്യം ചെയ്യ്, നീ സിതാരയെ ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് അവളുടെ അവസ്ഥ എന്താണെന്ന് നോക്ക്. അവൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്നിക്കാലോ. നല്ല കാര്യമാണ്, പക്ഷേ എൻ്റെ കയ്യിൽ സിതാരയുടെ നമ്പർ ഇല്ലല്ലോടോ. ഓ, നിങ്ങൾ പെണ്ണുങ്ങൾ വിചാരിച്ച് നടക്കാത്ത കാര്യമൊന്നുമില്ലല്ലോ. ആ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ എന്തെങ്കിലും എടുത്തൊന്ന് നോക്ക്. ഞാനത് നോക്കട്ടെ. അനീഷേട്ടാ, അവളുടെ നമ്പർ കിട്ടി. അവളുടെ നമ്പർ എനിക്ക് കിട്ടി. ഞാൻ സംസാരിച്ചു. താല്പര്യമുള്ളതുപോലെയാണ് സംസാരിച്ചത്. എന്നാലും നമുക്ക് പെട്ടെന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ലല്ലോ. ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് ഇതൊരു തീരുമാനമാക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. ആ പറടി. എന്ത് ചെയ്യുവാ? മുട്ട വരിക്കുന്നു. ഇന്നും കഞ്ഞിയാണോ? ആ, എന്താ ഈ സിതാരോട് സംസാരിച്ചോ? ആ, അത് പറയാനാണ് വിളിച്ചത്. ആഹാ. അവൾക്കും താല്പര്യം തന്നെ, പക്ഷേ ആദ്യം അവൻ മിണ്ടണം. അവളുടെ വീട്ടുകാരൊക്കെ എന്തോ പറഞ്ഞല്ലേ, അതുകൊണ്ട് വേണമെങ്കിൽ അവൻ മുൻകൈ എടുത്ത് അവളുടെ പിന്നാലെ നടക്കട്ടെ എന്ന്. ഒരാൾ പറയുന്നു മറ്റേ ആൾ ആദ്യം മിണ്ടട്ടേന്ന്, മറ്റേ ആൾ പറയുന്നു ഇയാൾ ആദ്യം മിണ്ടട്ടേന്ന്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 2 ആൾ അടിച്ച് പിരിയത്തേ ഉള്ളൂ. വീക്കെൻഡ് അവിടെ നിൽക്കുമ്പോ വിനയുടെ കൂടെ പുറത്തൊക്കെ പോകുന്നല്ലേ? ആ, എന്നാ ഈ ആഴ്ച ഇങ്ങോട്ട് വരണ്ട. വിനയും കൂട്ടി പുറത്തു പോണം. എന്ത് പരിപാടി വേണോന്ന് ഞാൻ പിന്നീട് അറിയിക്കാം. ഓക്കെ. എന്നിട്ട് വിനയനെ കൊണ്ട് ആദ്യം മിണ്ടിക്കണമെന്ന് മാത്രമേ അവൾക്കൊരു നിർബന്ധമുള്ളൂ. ആ ഒരു വാക്ക് ഞാൻ കൊടുത്തു. അവളും സമ്മതിച്ചു. നിങ്ങളൊന്ന് ചെറുതായിട്ട് അഭിനയിക്കേണ്ടി വരും. അഭിനയം നോക്കാം. ഒരു നല്ല കാര്യത്തിനല്ലേ. അവളും അവൻ ഇഷ്ടപ്പെടുന്ന വിധത്തില് ഒരുങ്ങി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കൊള്ളാലോ. ശരിയടി, ഞാൻ വിളിക്കാം. ശരി. ആ ചിരിച്ച ഇവിടേക്ക്. ആ ഓക്കെ, റെഡി. ചിരിച്ചേ. നമ്മളെ ഇവിടെ നോക്കിയേ. ആ ഒന്നുകൂടെ. ഒന്ന് ചേർന്ന് നിൽക്കേ. ബ്രോ ഓക്കെ അല്ലേ? ആ ഓക്കെ ആണ്. ചിരിച്ചേ. കുറച്ചടുത്തേക്ക് നിന്ന് ഇങ്ങോട്ട് നോക്കി. ആ മതി.